ഹലോ. അപ്പോൾ ഞാനൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടാ. അപ്പോൾ നമ്മുടെ നാട്ടില് ഒരുപാട് ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലാണ്. അപ്പൊ ഞാൻ അവിടൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആരും ബുദ്ധിമുട്ട് വിചാരിക്കരുത്. നമ്മളെ വിശ്വസിച്ച് ഒരുപാട് പേര് പുറം നാട്ടിലൊക്കെ ഉള്ളവര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. "ചിന്നു അവിടെ പോയിട്ട് എടുത്തോളൂ, ഇവിടെ പോയിട്ട് വീഡിയോ എടുത്തോളൂ, നിന്റെ ചാനലിലൂടെയാണ് ഞങ്ങൾ കാണുന്നത്." അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളെ വിശ്വസിച്ച് അവര് നമ്മളോട് പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴേ ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിലായാലും ഹസ്ബൻഡിന്റെ നാട്ടിലായാലും ഇപ്പൊ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ അവിടെ ഒരു പൂവുണ്ടായിരുന്നു ട്ടോ. പൂയത്തിന് ചെന്നപ്പോഴേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായി. എനിക്ക് അവരെ അറിയില്ല. പക്ഷെ എന്നെ അവരറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോ എനിക്ക് എന്താ പറയാ ഭയങ്കര ഭയങ്കര സന്തോഷം വരിക. വീഡിയോസൊക്കെ കാണാറുണ്ട്. കുഞ്ഞിക്കിടാങ്ങളത് വീഡിയോ കാണാറുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷായി. അങ്ങനെ പിന്നെ എൻ്റെ നാട്ടിലിപ്പോ ഉത്സവങ്ങളുടെ കാലാണ്. എൻ്റെ നാട് മാത്രമല്ല എല്ലായിടത്തും ഇപ്പൊ ഉത്സവാട്ടാ. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഒരു സ്പേസ് അവര് അവിടെ മാറ്റി വെക്കുന്നു. "ചിന്നു ഇവിടെ വന്നെടുത്തോ, ചിന്നു അവിടെ വന്നെടുത്തോ, ബായോ വലിശ കൊണ്ടോവാ." അപ്പൊ ഇവിടുത്തെ വലിശമാരും ബാബന്മാരും നാട്ടുകാരും മൊത്തം എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ പറയാ, "ലക്ഷ്മി ഉണ്ണികൃഷ്ണനല്ലേ, ലക്ഷ്മി ഉണ്ണികൃഷ്ണനല്ലേ" അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും നമ്മളെ അംഗീകരിക്കുമ്പോഴും എന്താ പറയാ ഭയങ്കര സന്തോഷം. എല്ലാവരും എന്നെ ഏറ്റെടുത്തതില് ഞാനൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ട്ടാ. അപ്പോ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയുമ്പോ എനിക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അപ്പൊ അത് വന്നിട്ട് ഞാൻ എൻ്റെ അമ്മേടെ അടുത്ത് പറഞ്ഞു. "അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു." അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായിന്ന് പറഞ്ഞപ്പോഴേ അമ്മ പറയാ, "എടീ ഞാന് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴേ എല്ലാവരും പറയാറുണ്ട്, ലക്ഷ്മി ഉണ്ണികൃഷ്ണന്റെ വീഡിയോ അടിപൊളിയാവുന്നുണ്ട്" എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കുറച്ച് ലൈക്കും കമന്റും ഒക്കെ കുറവാട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവര് മാക്സിമം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്തോളൂട്ടാ. അങ്ങനെ അപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മള് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളാണ് നമ്മുടെ ഹാപ്പിനെസ്. എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, "എടി നീ എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ട് എപ്പോഴും നടക്കണത്? നിനക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. നമ്മൾ എന്തിലാണോ നമ്മൾ ഹാപ്പി ആവുക അത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. നമ്മ നെഗറ്റീവായിട്ട് ഒട്ടും ചിന്തിക്കാൻ പാടില്ല. പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് നടക്കുക. അങ്ങനെ എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടൊന്നും ഇരിക്കുമെന്ന് പറയില്ല. എല്ലാവർക്കും സിറ്റുവേഷൻസ് പലതായിരിക്കാം. പക്ഷെ നമ്മൾ എന്തിലാണോ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുക അപ്പൊ അതിലേക്ക് മാത്രം ചിന്തിക്കുക. പിന്നെ കുറേ പേരുണ്ട് നമ്മളെ ജീവിതം എപ്പോഴാ ചെറുപ്പക്കാരാണ് ഇപ്പൊ തട്ടിപ്പോണെ. എപ്പോഴാ ചെറുപ്പക്കാരെന്നല്ല, ആരെപ്പോഴാ തട്ടിപ്പോണെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ അതുകൊണ്ട് ആരോടും ദേഷ്യമോ ഇതൊന്നും വെക്കാണ്ട് കുറേ പേര് കാണാം ഓരോരുത്തരോട് ദേഷ്യം, എനിക്ക് ദേഷ്യം ദേഷ്യം അങ്ങനൊന്നും പറയരുത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എല്ലാവരുടെ അടുത്തും ചിരിച്ചു പെരുമാറുക, സന്തോഷത്തോടെ ഇരിക്കുക. എന്താ പറയാ, ഞാനെപ്പോഴും ചിരിച്ചിരിക്കുള്ളൂ കേട്ടോ. ആരെ കണ്ടാലും ഞാൻ ചിരിക്കും. ഞാൻ പണ്ടേ മുതൽ എങ്ങനെയാ. കുറേ പേരുണ്ട് ഇങ്ങനെ മുഖമൊക്കെ കയറ്റി പിടിച്ച് നടക്കണവര്. അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ല. കുറേ പേര് ഇങ്ങനെ വഴക്കൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എന്തിനാ ഇത് വഴക്കൊക്കെ? എപ്പോഴാ തട്ടിപ്പോവാന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ അടുത്തൊരു ചേട്ടൻ പെട്ടെന്ന് മരിച്ചു. ആള് വിചാരിച്ചിട്ടുണ്ടാ? ഇല്ല. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം എല്ലാവരുടെ അടുത്തും സന്തോഷത്തോടു കൂടി പെരുമാറാം. എന്തിനാ വഴക്കൊക്കെ വെച്ചിട്ട് അല്ലേ? അങ്ങനെ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കമന്റ് ചെയ്തോളൂട്ടോ, അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണാം. ഞാൻ ഈ പാതിരാത്രിക്കൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യണത്. നമുക്ക് സമയം പഠിക്കാൻ പോണം, വർക്ക് ചെയ്യണം, പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പോണം. അങ്ങനെ നമ്മൾ കൺജസ്റ്റഡ് ആണ്. സമയം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ സമയം കിട്ടുന്ന സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ 12 മണിക്ക് 1 മണിക്കൊക്കെ ആയിരിക്കും. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം അതൊക്കെയാണ്. നമ്മളിങ്ങനെ മറ്റേ റീച്ചിന്റെ ടൈം നോക്കി അപ്ലോഡ് ചെയ്യൽ കുറവാ. നമുക്ക് 12 മണി 1 മണിക്കൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റാറ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും കൂടി ഉണ്ടാവണം. അപ്പൊ എനിക്കിതേ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.